അരുൺ, താങ്കൾ പറഞ്ഞതുപോലെയല്ല കോൺഗ്രസ് വക്താവ് രജനി ചർച്ചയിൽ പറയുന്നത് വിജിലൻസ് മന്ത്രിക്ക് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാം, ഇങ്ങനെ പ്രഖ്യാപിക്കാം. വി ഡി സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ലല്ലോ, പിന്നെ FCRA ലംഘനം എങ്ങനെ നിൽക്കും? ഒരു ചോദ്യം ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 8 വർഷമായി പഴക്കമുള്ളതാണ്, പല കോടതികളും തള്ളിക്കളഞ്ഞതല്ലേ, അപ്പോൾ വലിച്ചു നീട്ടണ്ട, അതുകൊണ്ട് തന്നെ ബോധ്യം വന്നു, അതുകൊണ്ട് വിജിലൻസ് മന്ത്രി ആക്ട് ചെയ്യുന്നു, ഇതാണ് വാദം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, പല കോടതികളൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇത് അങ്ങ് സിംഗിൾ ബെഞ്ചിനെയൊക്കെ കോട്ട് ചെയ്തു, അതൊന്നുമില്ല. ഡിവിഷൻ ബെഞ്ചിലാണ് ആ കേസ് വന്നത്. അതിൽ എനിക്കും വക്കാലത്തുള്ള ജഡ്ജ്മെന്റിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ നോക്കിയാൽ എന്റെയും പേരുണ്ട് അതിൽ. ഞാനും ആ കേസിൽ ഹാജരായതാണ്. കേസിൽ ഹാജരായ വക്കീലാണ് രജിൻ. അതെ 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 അദ്ദേഹം ഡിവിഷൻ ബെഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ വീണ്ടും വാദിക്കുന്നത് സിംഗിൾ ബെഞ്ചിൽ വന്നു എന്നാണ് അരുൺ അദ്ദേഹം പറയാൻ. പൊതു താല്പര്യ ഹർജി ഒരിക്കലും സിംഗിൾ ബെഞ്ചിൽ വരില്ല. ഓക്കെ, ക്ലിയർ. അല്ല താങ്കൾ കേൾക്കുക, ഒരു പൊതു താല്പര്യ ഹർജിയാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഡിവിഷൻ ബെഞ്ചിലാണ് വരിക. ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജൂറിസ്ഡിക്ഷൻ. ചീഫ് ജസ്റ്റിസ് നേതൃത്വം കൊടുക്കുന്ന ബെഞ്ചിലാണ് വന്നത്. ആ കേസ് തള്ളിക്കളയുകയല്ല ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ക്രിമിനൽ ഒഫൻസ് ഉണ്ട് എങ്കിൽ നിയമപരമായ അതോറിറ്റിയെ സമീപിക്കാം എന്നാണ് പറഞ്ഞത്. ഒരു MLA ആണ് എന്നതുകൊണ്ട് നിയമസഭയുടെ അടക്കം സ്പീക്കറുടെ അടക്കം അനുമതി വേണം. അപ്പം നിയമപരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും ഡിസ്മിസ് ചെയ്യുകയല്ല ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒക്കെ കടന്നു വന്നിട്ടാണ് ഈ നുണകളെല്ലാം നമ്മൾ കണ്ടത്. ഇപ്പം കാലാവസ്ഥാ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഞാൻ വിദേശത്ത് പോയതെന്ന് നിയമസഭയിൽ പറഞ്ഞില്ലേ? അതേപോലെ വിദേശത്ത് പോയി ഞാൻ പണപ്പിരിവ് നടത്തിയില്ല, പ്രസംഗിച്ചില്ല, പണം ആവശ്യപ്പെട്ടില്ല എന്ന് കേരളത്തിന്റെ നിയമസഭയിൽ ഇതേ MLA ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞില്ലേ? പറവൂര് പിന്നെ പത്രസമ്മേളനം നടത്തി ഞാൻ അങ്ങ് പോയി പ്രസംഗിച്ചു, പണം വാങ്ങി എന്ന് പറയാൻ കാരണം എന്താ? നിയമസഭയുടെ മേശപ്പുറത്ത് തന്നെ അദ്ദേഹം ലണ്ടനിൽ പോയി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ MLA-മാർ മേശപ്പുറത്ത് വച്ചപ്പോഴല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പൊ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വന്നില്ല, അതുകൊണ്ട് FCRA നിയമം നിലനിൽക്കില്ല. ഇതൊക്കെ ആരുടെ ക്യാപ്സൂളാണ്? ഈ നിയമം വിദേശത്ത് പോകണമെങ്കിൽ തന്നെ, ഒരു MLA പോകണമെങ്കിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയോ അതുപോലെ കേന്ദ്രത്തിന്റെയൊക്കെ അനുവാദം വേണം. അത് കൃത്യമായിട്ട് ഒരു സ്വകാര്യ സന്ദർശനത്തിനല്ലല്ലോ പോകുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു അനുവാദം വാങ്ങിച്ചില്ല. കിട്ടിയ അനുവാദം സ്വകാര്യ സന്ദർശനത്തിനാണ്. ആ സ്വകാര്യ സന്ദർശനത്തിന് പോകുമ്പോൾ പൊതു ആവശ്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ പാടില്ല. അപ്പൊ അത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ള നിയമലംഘനങ്ങൾ നിരവധി നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു NGO ആണ്. എത്ര അക്കൗണ്ട് ഉണ്ട്? ഏതൊക്കെ അക്കൗണ്ടിലൂടെയാണ് പണം വന്നത്? ആ അക്കൗണ്ടിൽ വന്ന പണം എങ്ങോട്ട് പോയി? പിന്നെ പറഞ്ഞു 300-ലധികം വീട് നിർമ്മിച്ചു. പറവൂർ പോയി നോക്കാം എത്ര വീടുണ്ടെന്ന്. പല വ്യക്തികളുടെ പേരിൽ അവർ വ്യക്തിപരമായിട്ട് പണിത് കൊടുത്ത വീട് വരെ ഈ അക്കൗണ്ടിൽ പെടുത്തിയിട്ടും ഈ പറഞ്ഞ എണ്ണത്തിന്റെ പകുതിയുടെ പകുതി പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ FCRA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്ത് പോയി തന്നെ നടത്തേണ്ട അന്വേഷണം നടത്താൻ വിജിലൻസ് എന്ന് പറഞ്ഞാൽ ഒരു അഴിമതി നിരോധന നിയമപ്രകാരം രൂപപ്പെടുന്ന ഒരു ഏജൻസിക്ക് കഴിയില്ല. അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്നാ പറഞ്ഞത്. പണ്ട് നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ടല്ലോ. UDF-ന്റെ കാലത്ത് 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി ഏറ്റവും ആദ്യം എടുത്ത തീരുമാനത്തിലൊന്ന് പാമോലിൻ കേസ് അടക്കം റദ്ദാക്കിയതാണ്. അതുപോലെ പല കേസുകൾ UDF നേതാക്കന്മാർക്കെതിരെ നിലനിന്ന കേസ് റദ്ദാക്കി ക്ലീൻ ചിറ്റ് കൊടുത്ത ചരിത്രം നിരവധി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് കോടതിയല്ല, വിജിലൻസ് ജഡ്ജിയല്ല, മറിച്ച് ആഭ്യന്തരമന്ത്രി തന്നെ ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. എന്നാൽ വിജിലൻസ് നടത്തിയ അന്വേഷണം വിജിലൻസ് കോടതിയിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുക്കട്ടെ. ആ ജഡ്ജിയാണല്ലോ ആ റിപ്പോർട്ട് കൊള്ളണമോ തള്ളണമോ എന്ന് തീരുമാനിക്കേണ്ടത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് ജഡ്ജി പഠിച്ചതിന് ശേഷം അല്ലല്ല ഇന്ന കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് വിജിലൻസ് കോടതി കണ്ടെത്തട്ടെ. അങ്ങനെ എന്താ സംഭവിക്കാത്തത്? അതാണ് എന്റെ സംശയം അരുൺ. ഇത്തരത്തിലുള്ള സാഹചര്യം എന്റെ സംശയമാണ്. അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണ റിപ്പോർട്ട് പോകേണ്ടത് കോടതിയിലേക്കല്ലേ? ആ അന്വേഷണ റിപ്പോർട്ട് തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ? നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കിയിട്ടുള്ളൊരു നിയമപരിസരം അതാണ്. അല്ലാതെ ഇപ്പോൾ ഒരു പുതിയ തിയറി വന്നിരിക്കുന്നു, അണ്ണനും തമ്പിയും കൂടെ തീരുമാനിച്ചാൽ അവർക്ക് കേസ് തീർപ്പാക്കാം, കോടതി വേണ്ട എന്ന മട്ടിലേക്ക്. ഇപ്പോൾ ഈ പുനർജനിയിൽ രമേശ് ചെന്നിത്തലയും വന്നു പെട്ടിരിക്കുകയാണോ? അതെ 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 അത് ഇത് വളരെ വ്യക്തമാണ്. രണ്ട് കാര്യം. ഒന്ന്, വിജിലൻസ് നേരത്തെ എടുത്ത തീരുമാനം വിജിലൻസ് തന്നെ പുനഃപരിശോധിക്കാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് 2025 ഏപ്രിൽ മാസത്തിൽ വിജിലൻസ് എടുത്ത തീരുമാനം ഇപ്പോൾ തിരുത്തിയത്? കോടതി പറഞ്ഞോ? അതോ ഈ പുതിയ ഗവൺമെന്റ് ആണോ പറഞ്ഞത്? അതോ UDF ആണോ പറഞ്ഞത്? അതോ മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണോ പറഞ്ഞത്? വിജിലൻസ് വ്യക്തമാക്കണം. കാരണം ഒരു തീരുമാനം പുനഃപരിശോധിക്കുമ്പോൾ ആ പുനഃപരിശോധനയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു കാര്യം വേണ്ടേ? അതിന് വിജിലൻസിന് അധികാരമുണ്ടോ? ഇപ്പൊ കോടതി പറയാണ് ഈ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് വിജിലൻസ് കോടതി പറഞ്ഞു.
വീണ്ടും അന്വേഷണം നടത്തി അപ്പോൾ മറ്റൊരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മന്ത്രിയാണ് പറയുന്നത്, മന്ത്രി മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. ഈ മന്ത്രി തന്നെ അന്വേഷണം നടത്താൻ പറഞ്ഞ് മന്ത്രി തന്നെ ഒരു റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി അത്തരത്തിൽ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതല്ല എന്ന് പറയാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? അപ്പൊ പൂർണ്ണമായിട്ടുള്ള നിയമവിരുദ്ധതയാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അതിന് കേരളത്തിന്റെ വിജിലൻസ് മേധാവികൾ മറുപടി പറഞ്ഞേ പറ്റൂ.